ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എക്സൽ വിത്ത് ആഷിഫിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ESAയിൽ ചെറിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ മാസം അതിന് മുമ്പത്തെ മാസത്തിൽ ഫയൽ ചെയ്യുമ്പം നോട്ടിഫിക്കേഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ മാൻഡേറ്ററി ആക്കണമെന്നുള്ളത്. അപ്പോൾ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും രജിസ്റ്റർ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. നിലവിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ജസ്റ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മൊബൈൽ നമ്പർ അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡിയും വാലിഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, വൺസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മൊബൈൽ നമ്പർ, ഇപ്പം നിലവിൽ OTP ഒരുപാട് ആൾക്കാർക്ക് വന്നു. അപ്പോൾ ഏതെങ്കിലും ഒന്നാണ് നിങ്ങൾ വാലിഡേറ്റ് ചെയ്തിട്ടില്ല, ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇമെയിൽ ഐ ഡിയോ മൊബൈൽ നമ്പറോ ഏതാണോ നിങ്ങൾക്ക് അറിയുന്നത് അത് വെച്ചിട്ട് ജസ്റ്റ് ലോഗിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയെല്ലാം മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് പോർട്ടലിൽ ലോഗിൻ ചെയ്തിട്ട് എങ്ങനെയാണ് മാറ്റുന്നതെന്നൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ യൂസർ ഐ ഡി കൊടുക്കുക, അതേപോലെ തന്നെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ക്യാപ്ച കാർഡും കൊടുത്തിട്ട് നോർമലി ലോഗിൻ ചെയ്യുന്നവർക്ക് ലോഗിൻ ചെയ്യുക. ഇപ്പം നിലവിൽ ഒരുപാട് ആൾക്കാർക്ക് വന്നു OTP വെരിഫിക്കേഷൻ, മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ചോദിക്കും ഇനി മുതൽ ലോഗിൻ ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങളെ മൊബൈൽ നമ്പറിൻ്റെ ഫസ്റ്റ് ഡിജിറ്റും 2 ഡിജിറ്റും അതുപോലെ തന്നെ ലാസ്റ്റ് 2 ഡിജിറ്റും കാണിക്കും. ഇമെയിൽ ഐ ഡി അതുപോലെ തന്നെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് അതിൽ വന്ന OTP അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക. നിങ്ങൾക്ക് നിലവിൽ ഏതെങ്കിലും ഒന്ന് അറിയുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്നിലേക്ക് വന്ന മെയിൽ ഐ ഡി വെച്ചിട്ട് ആക്സസ് ചെയ്യുക. നമുക്കിതെങ്ങനെ വാലിഡേറ്റ് ചെയ്യുന്നത് നോക്കാം. നിലവിൽ നിങ്ങളൊന്ന് എന്തായാലും കൊടുത്തിട്ടുണ്ടാവും രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നിങ്ങളതെല്ലാം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണോ ESA രജിസ്റ്റർ ചെയ്തത് അവരതായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ജസ്റ്റ് അവരെ വിളിച്ച് ചോദിക്കുക. അല്ലെങ്കിൽ മുമ്പത്തെ മാനേജറോ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടാവല്, അവരെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതെങ്ങനെ വാലിഡേറ്റ് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാമെന്ന് വെച്ച് നോക്കാം. ഇമെയിൽ ഐ ഡി നിങ്ങൾക്ക് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യണം, പുതിയൊരു ഇമെയിലിലേക്ക് മാറ്റണം, ഇല്ലെങ്കിൽ മൊബൈൽ നമ്പർ പുതിയൊരു മൊബൈൽ നമ്പറിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യലെന്ന് നോക്കാം. അപ്പോൾ അവിടെ മൊബൈൽ വാലിഡേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് സെലക്ട് ചെയ്യാം. ഇവിടെ ഓൾറെഡി മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തു ഇപ്പോൾ നിലവിൽ. അപ്പോൾ എനിക്ക് 24 അവർ കാണിക്കുന്നുണ്ട് അടുത്ത അപ്ഡേറ്റ് കൊടുക്കാനായിട്ട്. ടൈം ലിമിറ്റേഷൻ ഉണ്ട്. പിന്നെ ജസ്റ്റ് ഇമെയിൽ ഐ ഡി അപ്ഡേറ്റ് ചെയ്യുന്ന കാണിക്കുക. ജസ്റ്റ് ഇമെയിൽ ഐ ഡി കൊടുക്കുക. നിങ്ങൾ പഴയ ഇമെയിൽ ഐ ഡി കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ടാണ് അവർ ഒരു വർഷമായിട്ട് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന മൊബൈൽ നമ്പർ അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡിയും വെരിഫൈ ചെയ്യുന്നില്ലത്. അപ്പോൾ അത് ആവശ്യം ഉണ്ടായിട്ടില്ല നിലവിൽ. ജസ്റ്റ് ഇമെയിൽ ഐ ഡി അവിടെ കൊടുക്കുക. വാലിഡേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ OTP സെൻഡ് ആകും. അപ്പം നിലവിൽ OTP മൊബൈൽ നമ്പറും കാര്യങ്ങളൊന്നും ചോദിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ജസ്റ്റ് നമുക്ക് ഇത്രയും ദിവസം നമുക്ക് ഈ ഓപ്ഷൻ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് പഴയ മെയിൽ ഐ ഡിയും കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ജസ്റ്റ് OTP അടിക്കുന്നു, അവിടെ വാലിഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മെയിൽ ഐ ഡി അപ്ഡേറ്റ് ആയി. അപ്പം മുമ്പ് ഇതൊന്നും നമുക്ക് ചോദിച്ചാൽ മാൻഡേറ്ററി ഇല്ല ലോഗിൻ ചെയ്യും. ഇപ്പം മാൻഡേറ്ററി ആയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ OTP കൊടുത്താലേ ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നവരോ മുമ്പത്തെ സ്റ്റാഫോ മുമ്പത്തെ മാനേജറോ ഇല്ലെങ്കിൽ മുമ്പത്തെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവരോട് OTP വാങ്ങിച്ച് ലോഗിൻ ചെയ്തിട്ട് ജസ്റ്റ് മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡി അപ്ഡേറ്റ് ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽഡ് ഒരു PDF കൂടി ഇവർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ജസ്റ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. എങ്ങനെയാണ് മാറ്റുന്നില്ല ജസ്റ്റ് ലോഗിൻ ചെയ്യുക. അതേപോലെ തന്നെ അവിടെ വാലിഡേഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളെ പുതിയ ഇമെയിൽ ഐ ഡി ഏതാണോ മൊബൈൽ നമ്പർ ഏതാണോ അത് ടൈപ്പ് ചെയ്തു. പഴയത് അറിയണമെന്നില്ല, പക്ഷേ ഇനി മുതൽ ചെയ്യുന്നവർക്ക് ചിലപ്പം അതറിഞ്ഞാൽ മാത്രമേ ലോഗിൻ ചെയ്യാൻ പറ്റൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഏതെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ രണ്ടും മെയിൽ ഐ ഡി മൊബൈൽ നമ്പർ രണ്ടും അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. ഒന്നിൽ OTP കിട്ടിയിട്ടെങ്കിൽ മറ്റേത് വെച്ചിട്ട് ലോഗിൻ ചെയ്യേണ്ടതാണ്. ഇതിപ്പം മാൻഡേറ്ററി ചിലപ്പം പോകുമായിരിക്കും, എന്നാലും ചെയ്ത് വെക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റു ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇറ്റ്സ് മീ ആഷിഫ് സൈനിങ് ഔട്ട്.